ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജനറൽ നോളജുകളാണ്. സോഡിയം ബൈകാർബണേറ്റ് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? അപ്പക്കാരം. സോഡിയം കാർബണേറ്റ് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? വാഷിംഗ് സോഡ. ഇന്ത്യയിലെ ആദ്യ സിനിമ പൂണ്ടാലിക്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ രാജ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ആലം ആര. ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രം കിസാൻ കന്യ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഇന്ദുലേഖ. നൈട്രജൻ കണ്ടുപിടിച്ചത് ആര്? ഡാനിയൽ റൂദർഫോർഡ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. വോളിബോൾ കളിയുടെ ഉപജ്ഞാതാവ് വില്യ മോർഗൻ. ബാസ്കറ്റ്ബോൾ കളിയുടെ ഉപജ്ഞാതാവ് ജെയിംസ് നെയിം സ്മിത്ത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22. ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഉമാ കേരളം. വള്ളത്തോൾ എഴുതിയ മഹാകാവ്യം ചിത്രയോഗം. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? USA. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? USSR. മലയാളത്തിലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി. മലയാളത്തിലെ ആദ്യ DTS ചിത്രം മില്ലേനിയം സ്റ്റാർസ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. മലയാളത്തിലെ ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ട ബാക്കി. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ ശാസ്ത്രീയ നാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ ശാസ്ത്രീയ നാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും അധികമുള്ള മൂലകം നൈട്രജൻ. ഏറ്റവും അധികം അടിച്ചു നീട്ടാവുന്ന ലോഹം സ്വർണം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം. മലയാളത്തിലെ ആദ്യ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.